എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ ബസ് കണ്ടക്ടർക്ക് നേരെ എസ്എഫ്ഐയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബസ് കണ്ടക്ടറിൽ നിന്നും വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റിരുന്നു. ഇതിന് പ്രതികാരമായാണ് നടപടിയെന്നാണ് ഇരു വിഭാഗവും നടത്തിയ അക്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ബസ് കണ്ടക്ടർക്ക് നേരെ എസ്എഫ്ഐയുടെ ആക്രമണം, അതിന് പ്രതികാരം എന്നത് രൂപപ്പെട്ടത് നേരത്തെ ഉള്ള ഒരു ആക്രമണത്തിൻ്റെ തുടർച്ചയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, ഇരു ദൃശ്യങ്ങളും? അജിംഷാദ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു പ്രശ്നമുണ്ടായി എന്നാണ് നമുക്ക് വന്നിട്ടുള്ള ആദ്യ ദൃശ്യത്തിൽ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ SFIയിലെ വിദ്യാർത്ഥികളെല്ലാവരും ഈ കണ്ടക്ടറെ മർദ്ദിച്ചത് എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രശ്നമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് SFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ ബസ് കണ്ടക്ടറുടെ ജോലി ചെയ്യുന്ന ബസിന്റെ ഉടമ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനോട് ഈ വിഷയത്തിൽ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. ഇന്ന് ഒരു 1:45 നമ്മുടെ എറണാകുളം TD ഹാളിൻ്റെ മുമ്പിൽ വണ്ടി വരുന്നു. അവിടെ നിന്നൊരു പയ്യൻ കയറുന്നു. കയറിയിട്ടപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കുന്നു പറഞ്ഞു, മഹാരാജ് എന്ന് പറഞ്ഞു. ടിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞപ്പോഴും വണ്ടി ഓടി മഹാരാജ് കോളേജിന് മുമ്പിലെത്തി. അപ്പോഴും ഇവർ ബാക്കിയുള്ള പിള്ളേരെല്ലാവരും കൂടി കയറി ആണ് ഇവനെ കയറി മർദ്ദിച്ചത്. ഇവനെ ചവിട്ടി കൂട്ടി വണ്ടിക്കകത്തോട്ട് ചവിട്ടി ബാക്കി പുറത്തിട്ട് നല്ല ഇടി ഇടിച്ച് തലയ്ക്കും നടുവിനും പരിക്കുണ്ട്. ഡ്രൈവറുടെ പേര് ജയരാജ്. ഇതിനു മുൻപ് ഈ ഡ്രൈവറുമായിട്ട് കുട്ടികളെ ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയുന്നത് ഡ്രൈവറായിട്ടല്ല, ഈ കണ്ടക്ടർ പയ്യനായിട്ട് തന്നെയാണ്. ഈ കണ്ടക്ടർ പയ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി 5:34 ചോറ്റാനിക്കുന്ന എടുക്കുന്ന വണ്ടിയാണ്. അത് ആലുവയ്ക്ക് പോകുന്ന വണ്ടി ഒരു 6:30 ഹൈക്കോടതിയിൽ വരുന്നത്. ഹൈക്കോടതി നമുക്ക് കൺസെഷൻ അനുവദിച്ചിരിക്കുന്ന സമയം 7 മണി, രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. അപ്പോൾ 6:30 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൺസെഷൻ അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി കയറുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ ചാർജ് എടുത്താണ് യാത്ര ചെയ്യുന്നത്. ഇവൻ കയറി, ഇവന് തരാൻ പറ്റില്ല. ഇവൻ ഭയങ്കര ഇവനോട് തട്ടിക്കയറി, കണ്ടക്ടറോട് തട്ടിക്കയറി, കണ്ടക്ടറെ പിടി തള്ളി. അപ്പോൾ കണ്ടക്ടർ തിരിച്ച് തള്ളി. അതാണ് ഉന്തും തള്ളും അവിടെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് മേടിച്ചില്ല. ടിക്കറ്റ് മേടിക്കാണ്ട് അവൻ ആലുവയിൽ പോയി ഇറങ്ങി. വണ്ടി തിരിച്ച് സർവീസ് നടത്തി. അന്ന് വൈകുന്നേരമാണ് ഇവിടെ മഹാരാജിന് മുമ്പിൽ പിള്ളേർ വണ്ടി തടഞ്ഞു. ഈ വണ്ടിയല്ല, നമുക്ക് വേറൊരു വണ്ടിയുണ്ട്, ഇതേ പേരിലാണ്, ഈ സാരഥി എന്നുള്ള പേര് തന്നെ 3 വണ്ടിയുണ്ട്. അപ്പോൾ അതിലൊരു വണ്ടി മഹാരാജിന് മുമ്പിൽ തടഞ്ഞ്. അപ്പോൾ വണ്ടി മാറിപ്പോയപ്പോൾ അവർ വണ്ടി വിട്ട്. ആ വണ്ടി അല്ലാന്ന് മനസ്സിലായപ്പോൾ വണ്ടി വിട്ട്. അത് അന്ന് അങ്ങനെ പറഞ്ഞാണ് പോയത്. അപ്പം വീഡിയോയിൽ അന്ന് ആദ്യം കണ്ടക്ടർ കുട്ടിയുടെ അടുത്ത്, ആ വിദ്യാർത്ഥിയുടെ അടുത്ത് ഇങ്ങനെ തട്ടിക്കയറുന്നതായിട്ട് അങ്ങനെ ഇവൻ ഈ വിദ്യാർത്ഥി തട്ടിക്കയറി കഴിഞ്ഞിട്ടാണ് കണ്ടക്ടർ തിരിച്ച് തട്ടിക്കയറിയേക്കുന്നത്. ഏതാ അല്ല, ഉന്തും തള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതാണ്. രണ്ടുപേരും ഇവൻ പ്രലോഭിപ്പിച്ചതാണ്. കാരണം വിദ്യാർത്ഥി ഇവൻ അതിൻ്റെ പിറ്റേ ദിവസം ഓടാൻ പറ്റിയില്ല സർവീസ്. അതിൻ്റെ പിറ്റേ ദിവസം സർവീസ് നടത്തിയപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കയറുന്ന സ്ഥിരം യാത്രക്കാരുണ്ട്. അന്നേരം ഒരു ചേച്ചി ചോദിക്കുകയും ചെയ്തത്, മറ്റേ പയ്യനെന്ത്, കണ്ടക്ടർ പയ്യനെന്ത് അവൻ വന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ചെക്കൻ എന്താ ഇവിടെ കിടന്ന് കാണിച്ചോണ്ടെന്ന് വെച്ചാൽ പയ്യൻ ആ മീശ വിരിക്കലും ഭയങ്കര ഷോ ആയിരുന്നു, ചെറിയും ബേളൊക്കെ ആയിരുന്നു എന്ന് യാത്രക്കാർ പറഞ്ഞത്. വണ്ടിക്കകത്ത് യാത്രക്കാർ. ഇപ്പൊ ഈ വിഷയത്തിൽ പോലീസ് നടപടി അന്നത്തെ കേസെടുത്ത് കണ്ടക്ടറും ഡ്രൈവറും പേരിൽ കേസെടുത്ത് വണ്ടി വിട്ടതാണ്. പിറ്റേ ദിവസം എനിക്ക് വണ്ടി വന്ന് ഇന്നിപ്പോൾ കേസായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് തീരുമാനം. അജിംഷാദ്, ഈ തരത്തിലാണ് ഈ വിഷയം, ഒരു കൺസെഷന്റെ പേരിൽ ഉണ്ടാകുന്ന വിഷയം ഉന്തും തള്ളുമായിട്ട് മാറുന്നു. അത് 2 ദിവസങ്ങളിലായിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ഡ്രൈവർക്ക് ഇപ്പോൾ മർദ്ദനം ഏറ്റിരിക്കുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായിട്ട്, മഹാരാജാസിലെ വിദ്യാർത്ഥിയുമായിട്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്നും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നത്തെ സംഭവം ഉണ്ടാകുന്നത്. ഇന്നത്തെ സംഭവത്തിൽ ഈ കണ്ടക്ടർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ബസിന്റെ ഓണറും അതുപോലെ തന്നെ ഈ കണ്ടക്ടറും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അജിംഷാദ്. ശരി അശ്വതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകുന്നത്.